Namaskaram. Welcome to our channel. Hi. Yeah. So, welcome to yet another vlog, and this vlog is all about Palakkad. നമ്മൾ ബേസിക്കലി മിഡിൽ വർക്ക് ചെയ്യുന്ന പാലക്കാടാണ്. അതുകൊണ്ട് നമ്മൾ പാലക്കാടാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇന്ന് ആക്ച്വലി മിഡിലിൻ്റെ അമ്മ കൊല്ലത്തു നിന്ന് വരികയാണ്. വന്ദേ ഭാരതിനാണ് വരുന്നത്. അപ്പം നമ്മൾ ഷൊർണൂർ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി പിക്ക് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ നമ്മുടെ പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനാണ്. അപ്പോൾ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സോഷ്യൽ കിച്ചൺ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അവിടെ പോയി പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ഇരിക്കുന്നതാണ്. നോർമലി അവിടെ ഇങ്ങനെ ചുറ്റും ഈ ഗ്രീൻ ഫെൻസിങ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നല്ല മഴയാണ് പാലക്കാട്, ഫ്രീക്വൻ്റ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. സോ അവരത് വെള്ളം അങ്ങനെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി കവർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവരത് മാറ്റുമായിരിക്കും. കാരണം ആ സൈഡിലൊരു ചെറിയ പോണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് നല്ല വൈബാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പൂരി ബജി ആയിരുന്നു കഴിച്ചത് 2 വൈകം. ബിക്കോസ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേയും കൂടെ ആയപ്പോഴേ. അത് കാരണം പെട്ടെന്ന് കിട്ടുന്ന സാധനം ദോശയാണ് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. പൂരി ബജി കഴിച്ചു, 2 കോഫിയും കുടിച്ചു. അവിടുത്തെ കോഫി നല്ല കോഫി കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം ഷൊർണൂർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ETA കാണിക്കുന്നത് 10:11 ആണ്. എത്തിപ്പിടിക്കുമെന്ന് നോക്കാം. എത്തിപ്പിടിക്കുമായിരിക്കും. ട്രെയിനും കുറച്ച് ഡിലേ ഉണ്ട്. 10:10 ആകുമ്പോഴത്തേനെ എത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കുള്ള ട്രെയിനിൻ്റെ ടൈം 10:01 ആണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കിട്ടപ്പൻ പറപ്പിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്തുമായിരിക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. സോ അമ്മ എത്തിയിട്ട് ഒരു 2 minutes ആയി. പക്ഷെ കുഴപ്പമില്ല, അമ്മയോട് നമ്മൾ കയറി അകത്തോട്ട് നിൽക്കാൻ പറഞ്ഞായിരുന്നു. സോ ഇനി പിക്ക് ചെയ്തിട്ട് വരാമേ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അമ്മേനെ പിക്ക് ചെയ്തു. അതൊരു ചടങ്ങായിരുന്നു. ബിക്കോസ് ഭയങ്കര മഴയായി പോയി. അപ്പോൾ നമ്മൾ ആകെ ടെൻഷനായി, അമ്മേനെ ഈ മഴ നനയുമോ. പക്ഷെ ഒന്നും പറ്റിയില്ല. അമ്മ സേഫായിട്ട് ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു. എന്തായാലും കോച്ച് പൊസിഷൻ വന്ന്. അതെ, അങ്ങനെ അമ്മേനെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇച്ചിരി ഒന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ചു. എന്തായാലും അമ്മ വന്നതല്ലേ. സോ അടുത്ത പോകുന്ന സ്ഥലത്തോട്ട് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതെവിടെയാണെന്നുള്ളത്. അമ്മ എങ്ങനെയുണ്ടായിരുന്നു വന്ദേ ഭാരത് എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചോ? അപ്പൊ അമ്മയുടെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു. ഞങ്ങൾക്ക് അമ്മ വന്ദേ ഭാരത് ചോക്കോപ്പായും യൂണിബിക്കിന്റെ കുക്കീസും ഞങ്ങൾക്ക് 2 എടുത്തു തന്നു. ക്യൂട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരെ അവിടെ നിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വൺ ഓഫ് ദി പാലക്കാടിൻ്റെ ഐക്കോണിക് പ്ലേസായ വരിക്കശ്ശേരി മനയിലേക്കാണ്. അവിടെ നമ്മൾ നേരെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഐ തിങ്ക് ഞാനും ചിന്തുവും ഓരോ തവണ വന്നിട്ടുണ്ട്. അമ്മ ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത്. നമ്മൾ വരിക്കശ്ശേരി മന
ദേവാസുരത്തിലും ആറാം തമ്പുരാനിലും പല പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ഒരു ഭംഗിയാണ്. ലൈക്ക് അതിൻ്റെ പഴയ ആർക്കിടെക്ചറിൻ്റെ ഒരു 4 കെട്ട് രീതിയിലാണല്ലോ ചെയ്തിരിക്കുന്നത്. ഒറ്റ ഒരു നടുമുറ്റവും അങ്ങനെയൊക്കെയാണ് സെറ്റ്. അപ്പോൾ ഇവിടെ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു അവർ ചെയ്തിട്ടുള്ളൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണിത്. ഈ ഭാഗത്തിരുന്നാണെന്ന് തോന്നുന്നു പണ്ട് ഹരിമുരളീരവം പാടിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ആ വലിയ മഴയൊക്കെ ഒന്ന് തോർന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ടൊക്കെ മാത്രം ഇങ്ങനെ വീഴുന്ന കാണാമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ആംബിയൻസിന് ഇരട്ടി ഭംഗി കൊടുക്കുന്ന രീതിയിൽ ആ മഴത്തുള്ളികളൊക്കെ പൊഴിയുന്ന കാണാൻ നല്ല രസമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇത് ഇപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ലൈക്ക് ഇത്രയും ആൾ വന്നിട്ടായാലും ഇത്രയും ഷൂട്ടിങ് നടന്നിട്ടായാലും പൊടിയോ മാറാലയോ ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതിന് ഹാൻഡ്സ് ഓഫ് ടു ഹൂഎവർ ടേക്സ് കെയർ ഓഫ് ദിസ്. നമ്മൾ മുത്തശ്ശിക്കഥകളിൽ കേട്ടിട്ടുള്ള മച്ചും പത്തായപ്പുരയും ശ്രീലകവും ഊട്ടുപുരയും കലവറയും അങ്ങനെ എല്ലാം ഇവിടെ കാണാൻ പറ്റിയപ്പം അത് വേറൊരു സന്തോഷമായിരുന്നു. അവിടുത്തെ പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷവും ആ ഒരു പഴമയും അതൊക്കെ അവിടെ പോയി തന്നെ ഫീൽ ചെയ്തെങ്കിൽ എനിക്ക് തോന്നുന്നു മനസ്സിലാവുള്ളൂ. പണ്ടത്തെ കെട്ടിടങ്ങൾക്ക് പുറമെ അവിടെ നല്ല കുറേ ചെടികളും പഴയ മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൃഷ്ണഗിരിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ കോമൺ ആയിട്ട് എങ്ങും കാണാറില്ലല്ലോ. ഞങ്ങളങ്ങനെ അവിടേക്ക് വന്നപ്പോൾ താഴെ തന്നെ എനിക്ക് തോന്നുന്നു മനയുടെ വകയായിട്ടുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് പബ്ലിക്കിന് ആക്സസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എഴുതിയിരുന്നത് ക്ലോസ്ഡ് ആയിരുന്നു. എനിവേ ആ സമയം ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് പയ്യെ അവിടെ നിന്നേക്ക് നമ്മൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്തല്ലോ. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ പാലക്കാട് ടൗണിന് പോവുകയാണ്, താമസ സ്ഥലത്തോട്ട് പോവുകയാണ്.
അമ്മേനെ കൊണ്ട് ആക്ച്വലി ഇവിടെ വന്ന് നല്ലൊരു ഡെസിഷനായിട്ട് തോന്നി. ബിക്കോസ് അമ്മയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ലിങ്ക് ചെയ്യാനും അത് നമുക്ക് പറഞ്ഞു തരാനും കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഒക്കെ പറ്റി. അപ്പം നമുക്കും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഇവിടെ വന്നത് നല്ലൊരു ഡെസിഷനായിട്ട് തോന്നി. അവിടെ നിന്ന് നേരെ പാലക്കാട് പോയി ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അത്യാവശ്യം ദാഹിച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒറ്റപ്പാലം ഫ്രൂട്ട് ബേയിൽ കയറി. മാംഗോ സീസൺ ആയതുകൊണ്ട് നമ്മൾ 2 മാംഗോ ജ്യൂസ് ഓർഡർ ആക്കി. നല്ല പൾപ്പി ആയിട്ടുള്ള നല്ല ജ്യൂസായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഫ്രൂട്ട് ബേയിൽ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഇത്തയ്ക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നല്ല ചൂട് വാഴയ്ക്കാപ്പവും ചായയൊക്കെ കഴിച്ചു അല്ലേ? ഉണ്ടെന്ന് പറഞ്ഞാണ് അവിടെ. ഓക്കെ, സോ ചായയൊക്കെ കുടിച്ചു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് ഒന്ന് എടുത്തു. വരിക്കാശ്ശേരി മനയിൽ നിന്ന് വിട്ട് ഇപ്പം നമ്മൾ പാലക്കാടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോസ്റ്റ്ലി എവിടെയെങ്കിലും കയറി ഊണ് കഴിക്കാനാണ് ചാൻസ്. അമ്മയ്ക്ക് ഊണാണ് പ്രിഫറൻസ്. അതുകൊണ്ട് എനിക്കും ഇച്ചിരി ചോറ് കഴിക്കുന്നതാണ് സന്തോഷം. നമ്മളതുകൊണ്ട് മിക്കവാറും ഒരു ഊൺ സ്പോട്ടിലോട്ട് പോകും. അപ്പം അമ്മ, വരിക്കാശ്ശേരി മന എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, നല്ലായിരുന്നു. ഞാനൊരു എനിക്ക് തോന്നുന്നു +1 എന്തോ പഠിച്ചപ്പോഴാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം അവിടെ പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് ചാൻസ് കിട്ടിയത് പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു പോയി പാലക്കാട് വന്നിട്ട് പോയാണെന്നല്ലേ. സോ ഇനി ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ രാജുവേട്ടൻ്റെ കടയിൽ പോയി ഊണ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ ആ സ്പോട്ടൊന്ന് കാണിച്ചു തരാം. ആ ജ്യൂസ് അത്യാവശ്യം ഹെവി ആയിരുന്നു. പോരാത്തതിന് നമുക്ക് 3 പേർക്കും അത്ര വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ രാജേട്ടൻ്റെ കടയിൽ പോകുന്നതിന് മുന്നേ ഒരു ഡീറ്റൂർ എടുത്ത് ബ്രിട്ടീഷ് പാലം പോയി കാണാമെന്ന്. ബ്രിട്ടീഷ് പാലത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, വിക്ടോറിയ ജൂബിലി ബ്രിഡ്ജ്. നമ്മളങ്ങനെ ബ്രിട്ടീഷ് പാലം എത്തി. അപ്പോൾ ഇത് യാക്കര പുഴയ്ക്ക് കുറുകെയാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. അപ്പം നമ്മളത് പെട്ടെന്ന് ക്രോസ് ചെയ്തു. കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പാർക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടി. നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് പയ്യെ അങ്ങോട്ടേക്ക് നടന്നു. ഞങ്ങളെല്ലാവരും കൂടെ നടന്നു. ചെറിയൊരു മഴക്കുളം ഉണ്ടായിരുന്നു. ഞങ്ങളെ കുട എടുക്കണ്ടെന്ന് പറഞ്ഞപ്പം അമ്മ എന്നാലും ഒരു സേഫ്റ്റിക്ക് എടുത്തേക്കാന്നും പറഞ്ഞ് എടുത്തതാണ്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് ഉപകാരപ്പെട്ടു എന്ന്. അങ്ങനെ നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ കരുതി നേരെ രാജേൻ്റെ കടയിലേക്ക് പോയി കഴിക്കാം. സോ എന്തായാലും ലഞ്ച് കഴിക്കണമല്ലോ, വേറെ എങ്ങും മഴയാണ്ട് പോകാനും പറ്റില്ല. കുറച്ചായിട്ടാണെങ്കിലും കുറച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ നേരെ രാജേൻ്റെ കടയിലേക്ക് എത്തി. ആ ഫോട്ടോയിൽ കാണുന്നതാണ് രാജേട്ടൻ എന്ന് പറയുന്നത്.
അവിടെ നല്ല തിരക്കുള്ള ടൈമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ ഒരു ഫാമിലി റൂമിലൊരു കൊച്ചൊരു റൂമുണ്ട്, അത് മാത്രം സെപ്പറേറ്റ് ഇരിക്കുന്നതാണ്. അവിടെ വേക്കൻ്റ് ആയിരുന്നു എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ആൾ എണീച്ച് എന്തോ ഉള്ളായിരുന്നു. അവിടെ ആൾക്കാർ ഇത് ക്യൂ നിൽക്കുകയായിരുന്നു കഴിക്കാനായിട്ട്. നമ്മളെ നേരെ അതിനകത്തേക്ക് അവരിരുത്തി. പുള്ളി അങ്ങോട്ടേക്ക് പൊക്കോളം പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയി. 3 പേരെ ഉള്ളായിരുന്നു അവിടെ. ആക്ച്വലി കുറച്ചും കൂടെ ആൾക്കാരുള്ള ഫാമിലിക്ക് ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ചിക്കൻ വരട്ടും നെച്ചോറും പറഞ്ഞു. അതപ്പോൾ എനിക്കും ചിന്തനോട് ഷെയർ ചെയ്യാം, കാരണം നമുക്ക് അത്രയ്ക്ക് വിശപ്പില്ലായിരുന്നു. അമ്മയ്ക്ക് ഊണും പറഞ്ഞു. അമ്മയ്ക്ക് ഊണും ഫിഷ് ഫ്രൈയും പറഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു. അതിപ്പം നിങ്ങൾ പല വ്ളോഗുകളിലൂടെ കണ്ടു കാണും. ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹോംലി ഫീലാണ്. ഒന്നും പറയില്ല, കുറ്റമൊന്നും പറയില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ സ്ഥലത്തെപ്പറ്റി. അവിടുത്തെ ഫേമസ് സാധനമാണ് ഈ കോഴിയും കുമ്പളങ്ങയും. അമ്മ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള സാധനമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, ടേസ്റ്റൊക്കെയാണ്. പക്ഷേ എനിക്ക് ആ കുമ്പളങ്ങയുടെ ഒരു ഇത് കൊണ്ടായിരിക്കാം എനിക്ക് അതിഷ്ടമല്ല. ചിന്തുവിനും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. സോ അങ്ങനെ ഇന്നത്തെ ഒരു ഔട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. രാജേട്ടൻ്റെ കടയിൽ പോയി ഊണും കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഡേ അപ്പം എൻഡ് ചെയ്യുന്നു. ഹോപ്പ് യു ഓൾ like our videos and would like to see more of our videos.